ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഒരു സന്തോഷ വാർത്ത. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 17 വരുന്ന ഗസറ്റിലായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക, അല്ലേ? അപ്പം നമ്മൾ കുറേ ആശങ്കയിലായിരുന്നു. ഇനി ഒരു പോസ്റ്റ് വിളിക്കുമോ, ടൈപ്പിസ്റ്റ് നിന്നു പോവുമോ, അല്ലെങ്കിൽ പേര് മാറ്റുമോ, ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമോ, എന്തായിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക് എന്നാലോചിച്ച് ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് ഇപ്രാവശ്യം PSCയുടെ ഒരു മീറ്റിങ്ങിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 17 വരുന്ന ഗസറ്റിൽ എന്തായാലും ഈ ഒരു വിജ്ഞാപനം ഉണ്ടാകും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. 2021 ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത്. 608/2021 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി, 1.5 വർഷത്തിനോട് അടുപ്പിച്ചിട്ടായി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 61.67 ഏകദേശം ആ ഒരു മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 113 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിലവിലുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് ഇതിനുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ അഡ്വൈസ് പോയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരാറാവുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതായത് അപ്പോഴേക്കും എക്സാമും ഒക്കെ കഴിഞ്ഞ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പം ഇനി ഏകദേശം ഒരു 1.5 വർഷം കൂടി ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി എന്നായിരിക്കും എക്സാം? ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയം, അല്ലേ? അപ്പോൾ എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന എക്സാം, അതായത് KGT യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. അതിൻ്റെ എക്സാം ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ടായിരിക്കും എന്ന് ഓൾറെഡി PSC നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും എന്തായാലും ഈ വരുന്ന കമ്പനി ബോർഡിൻ്റെ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ എക്സാം ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ 2026 ആദ്യ സമയങ്ങളിലൊക്കെ ആയിട്ട് എന്തായാലും പരീക്ഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് 2 ചാൻസാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും പഠിക്കാം, അതിനോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കുള്ള കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളും ഒരുമിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏകദേശം സിലബസ് രണ്ടിനെയും സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ സിലബസ് എക്സാം ഡേറ്റ് കൃത്യമായിട്ട് വരുമ്പോഴായിരിക്കും ആ സിലബസ് വരിക. അപ്പം നമുക്കറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം. മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും രണ്ടിനും, ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2നും ഏകദേശം ഒരേ സിലബസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരേ സിലബസിൽ തന്നെ നമുക്ക് പഠിച്ചു പോയാൽ 2 എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത, മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതയുമാണ് ചോദിച്ചത്. ആ ഒരു ക്വാളിഫിക്കേഷനിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഏതൊക്കെയാണ് ഇക്വാലൻസി വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ വരാറുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ആശങ്കകൾക്കൊന്നുമല്ല, കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ടെൻഷനായിരുന്നു. KGT യോഗ്യതയുള്ളവർക്കൊക്കെ ഞങ്ങളുടെ ഈ ഒരു യോഗ്യത വെറുതെ ആയി പോവോ, ഇനി നോട്ടിഫിക്കേഷൻ വരില്ലേ, ഏതൊക്കെയാണ് ഇനി വിളിക്കാനുള്ളത്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് വിളിക്കാതായപ്പോൾ ഒരുപാട് പേര് വളരെ വലിയൊരു ആശങ്കയിലായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആശങ്കകൾക്കൊന്നും ഇനി സ്ഥാനമില്ല. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം LD ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് ഒരുപാട് റാങ്ക് നേടിയ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തന്നെയാകാം നിങ്ങളുടെ അടുത്ത ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കുള്ള പരിശീലനവും. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വളരെ നല്ല റാങ്കിൽ തന്നെയാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റാങ്ക് നേടിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സർവീസിൽ കയറാനും പറ്റി. അപ്പോൾ അത്രയും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഇനിയും നിങ്ങൾക്ക് റാങ്ക് നേടിത്തരാൻ ഞങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്കറിയാം സിലബസിൽ GK ഉണ്ട് 10 മാർക്കിന്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓഫീസ് ഓട്ടോമേഷൻ ഉണ്ട്, പിന്നെ ഇംഗ്ലീഷും മലയാളവും
അതും വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. കാരണം 20 മാർക്കോളമാണ് ലാംഗ്വേജിനുള്ളത് അല്ലേ. അപ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ പ്രത്യേകം ലൈവ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും അതുപോലെ വർക്കൗട്ടുകളൊക്കെ ആയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ പഠിപ്പിക്കാൻ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യുക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് അല്ലെ. 61 അല്ലെങ്കിൽ 62 അടുപ്പിച്ച് മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ നല്ല മാർക്കാണ്. അപ്പോൾ ഇപ്രാവശ്യവും കട്ട് ഓഫ് കൂടാനാണ് സാധ്യത എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം ഇത്രയും കാലത്തെ പരീക്ഷകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും കട്ട് ഓഫ് കൂടി തന്നെയാണ് ഓരോ പരീക്ഷകൾക്കും വരുന്നത്. അത് നമ്മൾ കോമൺ ആയിട്ട് നടക്കുന്ന LGS ആയാലും LDC ആയാലും അങ്ങനെയുള്ള ഏത് പരീക്ഷകൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്